PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 3/2020. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, കബനി. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഗൗരി ലക്ഷ്മി ബായ്. മൂന്നാമത്തെ ചോദ്യം, വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി, ദ്വിതീയ മേഖല. നാലാമത്തെ ചോദ്യം, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഉദ്യോഗസ്ഥ വൃന്ദം. അഞ്ചാമത്തെ ചോദ്യം, അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പാരീസ് ഉടമ്പടി. ആറാമത്തെ ചോദ്യം, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ലോക്സഭാ സ്പീക്കർ. ഏഴാമത്തെ ചോദ്യം, ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ലാഹോർ. എട്ടാമത്തെ ചോദ്യം, പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, കൊങ്കൺ തീരം. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി, 2015 ജനുവരി 1. പത്താമത്തെ ചോദ്യം, നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വിജയനഗര സാമ്രാജ്യം. 11ാമത് ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തെക്ക് വടക്ക്. 12ാമത് ചോദ്യം, ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഉപയോഗം. 13ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? താഴെ പറയുന്നവയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഹരിത വിപ്ലവം. 14ാമത് ചോദ്യം, ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഉത്തരം ഓപ്ഷൻ സി, 2403 അടി. 15ാമത് ചോദ്യം, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലോക്പാൽ. 16ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഖരം. 17ാമത്തെ ചോദ്യം, പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 2012. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ആസാം. 19ാമത് ചോദ്യം, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ജാതിക്കുമ്മി. 20ാമത് ചോദ്യം, 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്?
1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 21ാമത് ചോദ്യം, പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഏവ? പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഉത്തരം ഓപ്ഷൻ സി സാർക്കോമിയർ. 22ാമത് ചോദ്യം, യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തൈമോസിൻ. 23ാമത് ചോദ്യം, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു എന്താണ്? ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഉത്തരം ഓപ്ഷൻ ഡി യൂറിക് ആസിഡ്. 24ാമത് ചോദ്യം, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കാർൽ ലിനേയസ്. 25ാമത് ചോദ്യം, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഏവ? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ. 26ാമത് ചോദ്യം, മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം ഓപ്ഷൻ എ യഥാർത്ഥം തലതിരിഞ്ഞത്. 27ാമത് ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഫെർമി. 28ാമത് ചോദ്യം, ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ഉത്തരം ഓപ്ഷൻ സി പാസ്കൽ നിയമം. 29ാമത് ചോദ്യം, സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം. 30ാമത് ചോദ്യം, ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏതാണ്? ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? തന്നിരിക്കുന്നത് മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ. ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 31ാമത് ചോദ്യം, ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കീബോർഡ്. 32ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി റാം, റാൻഡം ആക്സസ് മെമ്മറി. 33ാമത് ചോദ്യം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ. 34ാമത് ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ്. 35ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ URLന് പൂർണ്ണരൂപം എന്താണ്? താഴെ പറയുന്നവയിൽ URLൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 36ാമത് ചോദ്യം, ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. 37ാമത് ചോദ്യം, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവട് ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയിൽ ചുവട് ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടും? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. 38ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. 39ാമത് ചോദ്യം, സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്. 40ാമത് ചോദ്യം, 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്?
1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, 7ാം ഭേദഗതിയിലൂടെ. 41ാമത് ചോദ്യം. സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇ മുഹമ്മദ്. 42ാമത് ചോദ്യം. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, PV സിന്ധു. 43ാമത് ചോദ്യം. ഇൻകുലാബിൻ്റെ മക്കളി എന്ന നാടകം രചിച്ചത് ആരാണ്? ഇൻകുലാബിൻ്റെ മക്കളി എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, PJ ആൻ്റണി. 44ാമത് ചോദ്യം. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ന്യൂസിലാൻഡ്. 45ാമത് ചോദ്യം. ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ഉത്തരം ഓപ്ഷൻ ബി, ബംഗ്ലാദേശ്. 46ാമത് ചോദ്യം. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ദക്ഷിണാഫ്രിക്ക. 47ാമത് ചോദ്യം. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, മലപ്പുറം. 48ാമത് ചോദ്യം. എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? 2019 എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 17ാമത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 18ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 49ാമത് ചോദ്യം. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡറിന് നൽകിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, വിക്രം. 50ാമത് ചോദ്യം. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കെ രാജു. എന്നാൽ ഇപ്പോഴത്തെ കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ്. ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.